ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ ഫുഡ് കഴിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തൊഴാനും ഫുഡ് കഴിക്കാനൊക്കെ കൂടി വന്നായിരുന്നു. അപ്പോൾ ക്യൂ നിൽക്കണം. ഒരു 3 ക്യൂ ഉണ്ട് കേട്ടോ. 3 അമ്പലം ഒരു 3 ചുറ്റെങ്കിലും ചുറ്റണം. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പാവം തോന്നി. എൻ്റെ മുമ്പിൽ ഈ പ്രായമായ അപ്പൂപ്പൻ വരെയും നിൽക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം ഒന്നും കഴിക്കാതെ പോകുന്നില്ല. കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു ക്യൂ ആണെന്നറിയാം. ക്യൂ നിന്നൊന്നും മടുത്തു. ഞാൻ പറയുമ്പം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുമ്പോൾ പോലും ഇത്രയും നട ചുറ്റിയിട്ടുണ്ടാവില്ല. അത്രയും ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ കുട്ടിയുള്ളതുകൊണ്ട് അവൾ പോയി. പിന്നെ ഞാൻ അവിടെ പോസ്റ്റ് അടിച്ച് പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ നിന്ന് മെല്ലെ 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 നിരങ്ങി അങ്ങനെ എത്താനായി. ഇതൊക്കെ പിന്നെ അവിടെയുള്ള ഓരോ പ്രതിഷ്ഠയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പം തുലാവർഷം ആയതുകൊണ്ട് വൃശ്ചിക മാസമല്ലേ, അതിൻ്റെതാണ് ഈ അന്നദാനം. 7 ദിവസമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കെട്ടുകറയൊക്കെ നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മെല്ലെ എത്തി ഗൈസ് അവിടെ. പിന്നെ നമുക്ക് പ്ലേറ്റൊക്കെ തന്നു. അങ്ങനെ പിന്നെ ചോറ് നമുക്ക് വിളമ്പി തരുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ക്യൂ നിന്ന് ചോറ് കിട്ടി. നല്ല ചോറാണ് കേട്ടോ. ചോറും സാമ്പാറും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ പിന്നെ അത് കഴിച്ചു. അത് കഴിക്കാൻ വേണ്ടിയാണല്ലോ ഇത്രയും നേരം നിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബത്തേരിക്കാർ ആണെങ്കിൽ എന്തായാലും പോയി മസ്റ്റായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.